കാട്ടാന ശല്യം വീണ്ടും. പിണ്ടിമന ആലിൻചുവട്ടിൽ കൃഷി നശിപ്പിച്ച കാട്ടാന. ഏക്കറുകളോളം സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത്. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യവുമായി കർഷകർ. പിണ്ടിമന പഞ്ചായത്ത് 12-ാം വാർഡിൽ ആലിൻചുവട് ഭാഗത്ത് വ്യാഴാഴ്ച പുലർച്ചെയാണ് ഫെൻസിംഗ് തകർത്ത കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. ധാരാളം കർഷകരാണ് ഈ ഭാഗത്ത് കൃഷി ഇറക്കിയിട്ടുള്ളത്. സനൽ, വിൽസൺ പുടിനാട്ട്, ഏലിയാസ് വീപ്പനാട്ട്, മൈക്കുളങ്ങര കുര്യാക്കോസ് തുടങ്ങിയവരുടെ കൃഷികൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. 2 വർഷത്തോളമായ റബ്ബർ തൈകൾ, വാഴ, റംബുത്താൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അവക്കാഡോ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. വന്യമൃഗശല്യം മൂലം കർഷകർക്ക് ഒരു തരത്തിലും കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വനത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഈ പ്രദേശത്ത് ഇതിനു മുൻപ് 2 തവണ കാട്ടാനാക്രമണമുണ്ടായിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയിട്ടും യാതൊരു നഷ്ടപരിഹാരവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. അടിയന്തരമായി വനം വകുപ്പ് സ്ഥലം സന്ദർശിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു പറഞ്ഞു. ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇവർ ഫോറസ്റ്റിൽ നാശനഷ്ടത്തിന് അപേക്ഷ കൊടുക്കുകയും യാതൊരു പരിഗണനയോ ഒരു 10 പൈസയോ ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. വീണ്ടും ഇന്ന് പുലർച്ചെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബൂയംകുട്ടിയിൽ രാജപാതയിലൂടെ കോതമംഗല രൂപതയുടെ പിതാവും ജനപ്രതിനിധികളും സഞ്ചരിച്ചു എന്ന കാരണത്താൽ വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു രാജപാതയിലൂടെ ഒരു ജനം സഞ്ചരിച്ചപ്പോൾ അവരുടെ മേൽ കേസെടുത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കാർഷിക വിളകളെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾക്ക് ജനങ്ങൾക്കൊരു സംരക്ഷണം കൊടുക്കുവാൻ ഏറ്റെടുക്കാത്ത എന്നൊരു ചോദ്യം ഈ സംഭവത്തിൽ സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ഫെൻസിങ് ഇട്ടാൽ ഇതിനൊരു തടയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെൻസിങ് ഇട്ടിട്ടുള്ളത്. ഇന്ന് വരെ ഒരു ഫോറസ്റ്റർ പോലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് ഈ കർഷകരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലം സന്ദർശിച്ച് ഇവർക്കുണ്ടായിട്ടെന്നുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കൊടുക്കണമെന്നാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആനകൾ ഈ ഭൂമി കർഷകരുടെ കൃഷിയിലേക്ക് വരാതിരിക്കാനും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒരു ഫോറസ്റ്റും ഇല്ല, ആരെയും നമ്മൾ കാണുന്നുമില്ല. ആനകൾ ഇന്നലെ 8ഓളം ആനകളാണ് ഭൂമിയിൽ കയറി ഇതെല്ലാം നശിപ്പിച്ചിട്ട് പോയേക്കുന്നത്. ട്രിപ്പ് ഇട്ടതെല്ലാം ചവിട്ടി മെതിച്ച് ഷീറ്റുകളെല്ലാം കളഞ്ഞു. ഞങ്ങളിനി മുന്നോട്ട് അങ്ങനെ പോകുന്നുള്ള ഒരു ഐഡിയയിലാണ്ട് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ പറമ്പിൽ നിന്ന് ഒരു ആദായവും കിട്ടുകയില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് ഇത് 2-ാം വർഷത്തിലേക്ക് കിടന്ന റബ്ബർ തൈയാണ് ഇപ്പോൾ 10-12 എണ്ണം ഇന്ന് രാത്രി കളഞ്ഞേക്കുന്നത്. ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം 10-12 എണ്ണം കളഞ്ഞിട്ട് ഫോറസ്റ്റിൽ പറഞ്ഞ അവർ ഓൺലൈനിൽ അപേക്ഷയൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ 10 പൈസ തന്നിട്ടില്ല. പൈസ തന്നിട്ടും കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെ കൃഷി ഇനി അത് മുഴുവൻ നശിച്ചു പോയില്ലേ. ഇത് തന്നെയാണ്, നമ്മൾ സർക്കാരിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സർക്കാർ നമ്മുടെ പേരിൽ കേസെടുക്കും. നമുക്ക് പറമ്പിലേക്ക് സർക്കാരിൻ്റെ സാധനത്തിനെ മുഴുവൻ കടത്തി വിട്ട് അവർ യാതൊരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.